എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് മറയൂരാണ്. മറയൂർ ചന്ദനക്കാട് വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണ്. അപ്പോൾ മറയൂരിൽ ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാൻ. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയൊരു റിസോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേര് ട്രാവൻകൂർ കോട്ടേജസ് എന്നാണ് പേര്. ഇതിൻ്റെ 3 ടൈപ്സ് ഹട്ട്സാണ് ഇപ്പോൾ തുടക്കത്തിലുള്ളത്. ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു റിസോർട്ടാണ്. ഇപ്പോൾ ഈ മുമ്പിൽ കാണുന്ന ഈ 3 ടൈപ്സ് ഹട്ട്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ചുറ്റുള്ള കാഴ്ചകൾ തന്നെ ഭയങ്കരമാണ്. ഇപ്പോൾ നിറച്ചും കോടമഞ്ഞ് നിറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും കാണാൻ സാധിക്കില്ല. ആ കോട മാഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഭംഗിയുള്ള. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് കാന്തല്ലൂരും മറയൂരും ചിന്നാർ വൈൽഡ് ലൈഫ് സെഞ്ചുറി ഒക്കെ വളരെ അടുത്താണ്. തമിഴ്നാട് ബോർഡറാണ് ഈ സൈഡിലുള്ളത്. അപ്പോൾ നല്ല ലൊക്കേഷനാണ്. ഇച്ചിരി നടന്നു കഴിഞ്ഞാൽ നമുക്ക് മാനിയും ഒരു ചെറിയൊരു ചന്ദനക്കാട്, മറയൂർ ചന്ദനക്കാട് നമുക്ക് കാണാം. അവിടെ മാനൊക്കെ ഉണ്ടാവും, അതൊക്കെ കാണാം. പിന്നെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. പിന്നെ മൂന്നാറുണ്ട്. മൂന്നാർ ഈ സ്ഥലം എത്തണമെങ്കിൽ നിങ്ങൾക്കറിയുന്ന പോലെ മൂന്നാറിലെത്തണം. മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ ബസ്സുണ്ട്, വണ്ടി എടുത്തിട്ടും വരാം. 40-40 കിലോമീറ്റർ ഉണ്ട് മൂന്നാറിൽ നിന്ന് മറയൂരേക്ക്. അപ്പോൾ ഈ റൂം നമുക്ക് ആദ്യം കാണിച്ചു തരാം. നമുക്ക് ചെറിയൊരു സ്മോൾ ടൈപ്പ് ഒരു ചെറിയൊരു റൂമാണ്. ഫെസിലിറ്റീസൊക്കെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, കൂടുതൽ വരാനുള്ളൂ. ഇതാണ് റൂം. ചെറിയൊരു സെറ്റപ്പാണ്. ബാത്ത് അറ്റാച്ച്ഡ്. ഇത് കണ്ടായി ചെറിയൊരു റൂഫ്, ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള ഒരു സെറ്റപ്പാണ്. കൂടുതൽ റൂംസ് ഇവിടെ വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് കുറവായിരിക്കെങ്കിലും ഇത് വളരെ ഫീസിബിളാണ്, നമുക്ക് എല്ലാ സ്ഥലത്തും പോകാൻ. പിന്നെ നല്ലൊരു ആംപിയറാണ് ഇതിൻ്റെ പുറത്തോട്ട് വന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാൻ ഇങ്ങനത്തെ ഒരു നാടൻ സെറ്റപ്പാണ് ഉള്ളത്. ഈ പുറമേയല്ലാതെ ഈ ഫാമിലി റൂമുണ്ട്. ഇനി ചുറ്റും നല്ല കാഴ്ച, ചിലപ്പോൾ മാന്യം ഒക്കെ കണ്ട് നല്ല കാഴ്ചകളായിരിക്കും. നല്ലൊരു കോടമഞ്ഞൊക്കെ ആയിരിക്കും. ഇന്ന് ഞാനുള്ളത് രാവിലത്തെ കാഴ്ചയാണ്. രാവിലെ ഇപ്പോൾ കോടമഞ്ഞൊന്നുമില്ല, 2ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ കോടമഞ്ഞില്ലാത്ത കാരണം നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ കോടമഞ്ഞ് മാറിയപ്പോൾ ഇപ്പോൾ ചുറ്റുമുള്ള മലനിരകളും കാന്തല്ലൂർ, മൂന്നാറൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വൈബാണ്, ഇതിന് വേണ്ടിയിട്ടാണ് ഈ റിസോർട്ട്. ഏറ്റവും വലുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മനസ്സമാധാനമുണ്ട്. വളരെ പീസായിട്ട് നമുക്കിരിക്കാം. ഒരു ബഹളമൊന്നുമില്ല. കാരണം റോഡ് തന്നെ ഇച്ചിരി അങ്ങോട്ടാണ്, അതും ചെറിയ റോഡാണ്. അപ്പോൾ എല്ലാ തിരക്കിൽ നിന്നും നമുക്കിവിടെ വന്നിട്ട് വളരെ തന്നെ ഇതിൻ്റെ ശാന്തത വേറെയാണ്. നമുക്കതിൻ്റെ കാഴ്ചകളൊന്നുകൂടി ശരിക്കും കാണാം. കാഴ്ചകളാണ് ഇതൊക്കെ. കരിമ്പ് തോട്ടത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന കൃഷിയാണ് കരിമ്പ് കൃഷി. കേരളത്തിലെ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ കരിമ്പ് കൃഷിയുള്ളൂ, അതിവിടെയാണ്. അപ്പോൾ കരിമ്പ് കൃഷീൻ്റെ സംഭവമൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് ഇവിടുന്ന് വളരെ അടുത്താണ് കാന്തല്ലൂർ. ഈ നാടൻ ശർക്കര ഇവിടെയുള്ളത് ഒത്തിരി നമുക്ക് കാണാൻ സാധിക്കും. എന്നെ കണ്ട എന്ത് ഭംഗിയുള്ള കാഴ്ചയാണ്. ഇത് അങ്ങോട്ട് നമുക്ക് കാണാം. അത് മൂന്നാർ പോകുന്ന വഴിയാണത്.
കണ്ടോ, ആ മലേൻ്റെ ഇടയിൽ ആ ക്യാപ്പിലൂടെയാണ് നമ്മൾ മൂന്നാർ പോകുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് കാന്തല്ലൂരും മറയൂരൊക്കെ വരുന്നത്. അപ്പോൾ അത് ഭംഗിയുടെ കാഴ്ചയാണ്. ഈ സൈഡ് ഞങ്ങൾ പോയില്ലേ ആ മറയൂർ സിറ്റി, മറയൂർ സിറ്റിയാ. അവിടെ ആ മൂലയ്ക്കാ, അവിടെയാ മറയൂര്. പിന്നെ അങ്ങോട്ട് തമിഴ്നാട് അതേ സ്ഥലത്ത് എത്തുക. ആ മറയൂര് ചെന്നിട്ട് അങ്ങോട്ട് അവിടെ ഒരു പമ്പ് ഉണ്ട്, പെട്രോൾ പമ്പ്. അവിടെ താഴത്തേക്ക് ഇറങ്ങിയ തമിഴ്നാട്. അതേ സ്ഥലമാണ് ഉടുമല. ഉടുമലയാ. പഴനി പോണത് പൊള്ളാച്ചി, പളനി, പാലക്കാട്, കൊളിഞ്ചാമ്പരം, തൃശ്ശൂർ, അതിലങ്ങനെയാ പോവുക. ഇതിൻ്റെ പേര് എഫ്രൈം കോട്ടേജ് ആണ്. എഫ്രൈം, എ എന്ന അക്ഷരമില്ലേ ഇംഗ്ലീഷ് ലെറ്റർ, ആ രീതിയിലുള്ള കോട്ടേജസാണ്. കണ്ട, 3 കോട്ടേജസാണത്. ഇതൊരു ചെറിയൊരു ഏരിയ ആണ്, റിസോർട്ടാണ്. തുടങ്ങിയിട്ട് കേവലം 6 മാസമായിട്ടുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ചുറ്റും മലകളാണ്. ഇപ്പോൾ വീണ്ടും കോടമഞ്ഞ് അടിച്ചുകൊണ്ടാണ് ഇതില്ലാത്തത്. കണ്ടോ, ഇവിടെ കാണുന്ന ഈ മലകൾ. ഇതാണ് റൂമിൻ്റെ ഫ്രണ്ടിലെ കാഴ്ച. ഇന്നലെ നല്ല കോടമഞ്ഞ് കാരണം ഒന്നും കാണാൻ സാധിച്ചില്ല. ഇന്ന് അതിമനോഹരമായ കാഴ്ചയാണ്. ആഹാ, ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു ചെറിയ കുടില ടൈപ്പ് ഉണ്ടാക്കി വെച്ചിന് ചായയും മറ്റത് കഴിക്കാൻ വേണ്ടി. ഇവിടെ ഇവർ കിച്ചണിൻ്റെ സെറ്റപ്പ് തുടങ്ങുന്നേ ഉള്ളൂ, ഇപ്പോൾ തൽക്കാലമില്ല. പിന്നെ ഈ സ്ഥലത്ത് വേറൊരു ടൈപ്പ് റൂമും ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് മൂന്നാറിൽ നിന്ന് വന്ന വഴിയായത് ഫ്രണ്ട്. കാന്തല്ലൂർ ഇപ്പം വെയിലടിക്കുന്നുണ്ട്, കാണത്തില്ല. അപ്പോൾ ഇതാണ് മറയൂരിലെ എഫ്രൈം കോട്ടേജസിൻ്റെ റിവ്യൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ തരിക. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.